ഹായ് ഓൾ. സി, പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ജോലി തരാൻ പി എസ് സിക്ക് പറ്റില്ല. കാര്യം പരീക്ഷ എക്സാംസ് എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമി പോലെയാണ് അല്ലേ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജയിക്കാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, ചില ആൾക്കാർ തോക്കണം. കാര്യം ഈ യുദ്ധഭൂമിയിൽ നമ്മുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്, നോളജ്. അറിവാണ് ആയുധം. ഇവിടെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അറിവ് ഏതാണെന്നറിയൂ? റെയർ ഫാക്റ്റുകളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. പക്ഷേ ചില റെയർ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അതിന്റെ ആൻസേഴ്സ് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്ലാസ് ആണ് ഇത്. അടുത്ത കാലത്ത് പി എസ് സി നടത്തിയിട്ടുള്ള ഓൺലൈൻ എക്സാംസ്, മറ്റു ചില സ്പെസിഫിക് എക്സാംസ്, ആ എക്സാംസിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളിൽ വരും. ഇതാണ് പി എസ് സിയുടെ ട്രെൻഡ്. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അത് ഓൺലൈൻ എക്സാംസിൽ അവർ ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ മറ്റു ചില സ്പെഷ്യൽ എക്സാംസ്, ഫോർ എക്സാമ്പിൾ ഹയർ സെക്കൻഡറി ടീച്ചർ ഇംഗ്ലീഷ്, അത് സാധാരണ പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥി ചെക്കൗട്ട് ചെയ്യുന്ന പേപ്പർ അല്ല. പക്ഷെ അവിടെ നിന്നുള്ള ചോദ്യം നമുക്ക് ഇവിടെ വരും, കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു പല ഏരിയനും. അപ്പൊ അതുകൊണ്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ട് പഠിക്കാം. ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കണ്ടന്റുകൾ കൃത്യമായി ഒന്ന് ഫോളോ ചെയ്യുക. ഈ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഗ്രി മെയിൻസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ പ്ലേലിസ്റ്റ് കണ്ടിരിക്കണം. ഡിഗ്രി മെയിൻസിന് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തയ്യാറെടുക്കണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ മെയിൻസിന്റെ ഏറ്റവും പവർഫുൾ വെപ്പൺ, മെയിൻസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ വെപ്പൺ റെയർ ഫാക്ടറിൽ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിലേക്ക് പോവാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ചോദ്യം ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. അടുത്ത കാലത്ത് വന്ന ഒരു പി എസ് സി ഓൺലൈൻ എക്സാമിന്റെ ചോദ്യമാണ്. എങ്ങനെയാണ് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ലോക്സഭയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. ലോക്സഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം അല്ലെ. യെസ്, ഇതിനകത്ത് ഇതിന് ആൻസർ എ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഇതൊരു വിശാലമായിട്ട് അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിനകത്ത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരുവിധം പഠിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ റാങ്ക് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നറിയോ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, അതായത് എ മെമ്പർ മേ ഗീവ്. ഈ ക്ലാസ് ബേസിക്സ് മുതലുള്ള ഒരു ക്ലാസ് അല്ല. റാങ്ക് മേക്കിംഗ് പോയിന്റുകൾ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തരികയാണ്. ഇത് കാണാതെ അങ്ങ് പഠിക്കാം. ഇതിന്റെ വിശാലമായിട്ടുള്ള ഇൻഡെപ്ത് ക്ലാസ് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ ഇത് കാണാതെ അങ്ങ് പഠിക്കാം. ബേസിക്സ് പറയാനുള്ള സമയമില്ല, പിന്നെ മെയിൻസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാതെ ഒരു ക്യാപ്സൂൾ പോലെ അങ്ങ് വിഴുങ്ങുക. ഓക്കെ, ചോദ്യം എന്താണ്? എ മെമ്പർ, അതായത് ലോക്സഭ സ്പീക്കറെ റിമൂവ് ചെയ്യണമെങ്കിൽ എ മെമ്പർ മേ ഗീവ് നോട്ടീസ് ഫോർ എ റെസൊല്യൂഷൻ അണ്ടർ ക്ലോസ് സി ഓഫ് ആർട്ടിക്കിൾ 94 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ക്ലോസ് ആർട്ടിക്കിൾ 94 പഠിച്ചിട്ടുള്ള ആൾക്കാർ കാണാം. പക്ഷെ ക്ലോസ് സി അത് സ്പെസിഫിക് ആയിട്ട് ആരും നോക്കുന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒറ്റയ്ക്കലും മറ്റു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ക്ലോസ് സി ഓഫ് ആർട്ടിക്കിൾ 94 അത് കൃത്യമായി പഠിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടും ഒന്ന് പഠിക്കുക. യെസ്, അപ്പൊ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കി വയ്ക്കുക. ഈ ഒരു ചോദ്യം കണ്ടോ, DNA ബാർകോഡിങ് ഏതാണ്? അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ബാർകോഡിങ്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആ റെഡ് സാധനം ലൈറ്റ് ബാർകോഡിങ് അടിക്കുമല്ലോ, അത് എന്തിനാണ് അടിക്കുന്നത്? ഓരോ ഐറ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാനല്ലേ. അപ്പൊ ഇതിനകത്ത് ഐഡന്റിഫൈങ് ദ സ്പീഷീസ് എന്നൊന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ കാര്യം, ഈ ചോദ്യം 2022 സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിൽ വന്നിട്ടുള്ളത്. ആ എക്സാം ഞാനും പോയി എഴുതായിരുന്നു. അപ്പം ഈ ചോദ്യം കണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അതാ. കാര്യം യു പി എസ് സിയിൽ വരുന്ന ചോദ്യങ്ങൾ പി എസ് സി അടിച്ചു മാറ്റുന്ന പരിപാടി അവർ ഇപ്പോഴും നിർത്തിയിട്ടില്ല, തുറന്നുകൊണ്ടേ പോവാണ്. ഇതൊക്കെ നടക്കുന്നത് മെയിൻസ് എക്സാമിലാണ് ഏറ്റവും രൂക്ഷത നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 7 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിംസിന്റെ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ സിലബസിനകത്തുള്ള ഏരിയാസ് കാണാതെ പഠിച്ചിരുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ മാർക്ക് കിട്ടും. DNA ബാർകോഡിങ് അങ്ങനെ വന്നൊരു ചോദ്യമാണ്. അപ്പൊ അന്ന് ഞാൻ എക്സാം ഹോളിൽ ഈ ചോദ്യം കറക്റ്റ് ആക്കിയത് ഇങ്ങനെയായിരുന്നു. ബാർകോഡ് അടിക്കുമ്പോൾ നമ്മൾ ഐറ്റത്തിന് ഐഡന്റിഫൈ അല്ലേ ചെയ്യുന്നത്, അതോ മോഡിഫൈ ചെയ്യുവാണോ? നിങ്ങൾ ചിപ്സിന്റെ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നു, ബാർകോഡ് അടിക്കുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ ആണോ നടക്കുന്നത്, ഡിനേച്ചറിങ് ആണോ, ആംപ്ലിഫൈങ് ആണോ നടക്കുക? ആ ബിസ്ക്കറ്റ് ആണ് സാധനം മനസ്സിലായി, അതിന്റെ പ്രൈസ് പോയി ബില്ലാവും, അതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ അതുകൊണ്ട് തന്നെ ബി ആണ്. ബി. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് തേങ്ങയായി സാറ് പറയുന്നത് ചിന്തിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ സ്മാർട്ടായി ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക. നമ്മൾ റയർ ഫാക്ടുകളെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലേ. റയർ ഫാക്ട്, അത് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷൻ ഭാഗത്ത് ധാരാളം സംശയങ്ങൾ കാണും. ഈ റെയർ ഫാക്ട് കളക്ട് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കുറവാണ്, അല്ലെങ്കിൽ മെന്ററിന്റെ സപ്പോർട്ട് വേണം. ആ രീതിയിലുള്ള ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിസർച്ച് എല്ലാം ഞങ്ങൾ ചെയ്യും. കാര്യം അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻ്റെ ക്ലാസ് കിട്ടും, അപ്ഡേഷൻ ക്ലാസ് കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ ഇതിനകത്ത് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച്
ധൈര്യക്കുറവുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ ബാച്ചുകൾ കാണാവുന്നതാണ്. ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ ഡെമോ ക്ലാസ് ആയിരിക്കും ഫസ്റ്റ് തരിക. ആ ഡെമോ ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ വരും. അത് ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കണ്ട ക്ലാസ് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ബാച്ചിലേക്ക് വന്നാൽ മതി. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ്. ഞങ്ങളുടെ കണ്ടന്റിന്റെ കാര്യത്തിൽ അത്രയും കോൺഫിഡന്റ് ആണ്. ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വലിയ റിസൾട്ട് എല്ലാ എക്സാംസിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ റീസൺ ക്ലാസ്സസിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ ഒരു ചോദ്യം കണ്ടോ, ഇതിനകത്ത് ശരിയായിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദ്യം. നമുക്കിത് ഈസി ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് അല്ല. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. കാണാതെ പഠിച്ചോ. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ആണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആർട്ടിക്കിൾ 326 ആണ്. ഈ ചോദ്യം ഞാൻ എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. സഫ്രേജ് വോട്ടവകാശം, സിമ്പിൾ സാധനമാണ്. വോട്ടവകാശത്തെ പറ്റി പറയുന്നത് ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടിയ വലിയ ടെക്നിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വോട്ടവകാശം ആർട്ടിക്കിൾ 326 അതാണ് പറയുന്നുള്ളത്. അറിയിക്കുക, ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മൗലിക അവകാശമല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അസെന്റ് ഓഫ് ദ ഗവർണർ 200 ആണ്. ബില്ലിൽ ഗവർണർ ഒപ്പിട്ടെങ്കിലേ ബില്ല് നിയമമാവുള്ളൂ. ആ ആർട്ടിക്കിളാണ് 200. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന ആർട്ടിക്കിൾ 61 ആണ് അല്ലേ. 6 തിരിച്ചിട്ട പി ആയി, ഇത് ഐ ഇംപീച്ച്മെന്റ് ആയി. അങ്ങനെ ഓർത്തിരുന്നാലും മതി. റൈറ്റ്. നമ്മൾ ഇനി മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഈ ചോദ്യം നമുക്ക് ഇനി വരാൻ എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി എക്സാംസിന്. കാര്യം എഡ്യൂക്കേഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിമെന്റ്, ഉണ്ണികൃഷ്ണൻ JP വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇതിന്റെ പ്രസക്തി എന്താണെന്ന ചോദ്യം. വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഒരു മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ജഡ്ജിമെന്റ് ആണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ JP വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇതിന്റെ ക്രച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നിങ്ങളിത് കാണാതെ അങ്ങ് പഠിക്കുക തൽക്കാലം. കാര്യം ചെറിയൊരു ക്ലാസ് ആണ്, ഇതിനകത്ത് ബേസിക്സ് പറയാനുള്ള സമയമില്ല. നിങ്ങൾ ബേസിക്സ് മുതൽ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ മെയിൻസ് ബാച്ചിലേക്ക് വന്നാൽ മതി. ഇവിടുത്തെ ഒരു ക്യാച്ച് എന്താണെന്നറിയോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പൊതുവെ നമ്മൾ വന്ന ആർട്ടിക്കിൾ 21A പറയുന്നത് അല്ലെ. ആർട്ടിക്കിൾ 21A പൊതുവെ പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾ 21 അണ്ടറിലും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് അണ്ടറിലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ പെടും. അപ്പൊ ഇതാണ് റാങ്ക് മേക്കിംഗ് ഫാക്ട് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21A ഉണ്ട്, സമ്മതിക്കുന്നു. അതുകൊണ്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ട്. പ്രൈവസി, സ്വകാര്യത ഇതിനകത്ത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്, അതും ഇതേ ആർട്ടിക്കിൾ 21 പറയുന്നത്. 21 എന്ന് വെച്ചാൽ വലിയൊരു ആർട്ടിക്കിൾ. ഇതിന്റെ ആർട്ടിക്കിൾ കുറെ റൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഉറങ്ങാനുള്ള അവകാശം, ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കല്യാണം കഴിക്കാനുള്ള അവകാശം, ഇതെല്ലാം ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുന്ന മൗലികാവകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഡീപ്പായിട്ട് തന്നെ പഠിക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും പഠിക്കാം. സെറ്റ് അല്ലേ. ഇനി മറ്റൊരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടോ, ഡിഫൻഡർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണത്. എസ്സേയിൽ തോറോ ആരെയാണ് മെൻഷൻ ചെയ്തെന്ന ചോദ്യം. അതൊന്നും നമ്മൾ പഠിക്കണ്ട. ഇവിടെ നമ്മൾ എടുക്കേണ്ടുന്ന ഫാക്ട് എന്താണെന്നറിയോ, ഇത് ഈ ചോദ്യം വന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് അതിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്ഥിരം PSC ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്, ഗാന്ധിജിക്ക് സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കിട്ടി, ആരുടെ നീട്ടി? അത് തോറോയുടെ നീട്ടിയത്. അദ്ദേഹത്തിന് സിവിൽ ഡിസോബീഡിയൻസ് എന്ന എസ്സേ ഉണ്ട്. ഈ എസ്സേ വായിച്ചപ്പോഴാണ്, ജയിലിൽ സമയത്ത് ഈ എസ്സേ വായിച്ചപ്പോഴാണ് ഗാന്ധിജിക്ക് സിവിൽ ഡിസോബീഡിയൻസ് എന്ന ഐഡിയ കിട്ടുന്നത്. അപ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ചോദ്യമാണ്. അത് ഇനി വരാൻ സാധ്യതയുണ്ട്. അതിന്റെ സൂചനയാണ് ഈ ചോദ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് അല്ലേ. അപ്പൊ അതിപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി മാറ്റി വയ്ക്കുക. ഈ PDF ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. സെറ്റാണല്ലോ. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം, ഇത് ഇംഗ്ലീഷ് എന്നുള്ള ചോദ്യമാണ് അല്ലെ. സ്പിരിറ്റസ് മുണ്ടി, സ്പിരിറ്റസ് മുണ്ടി, ഇതിന്റെ മീനിങ് എന്താണ്? സ്പിരിറ്റസ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആണെന്ന് എല്ലായിടത്തും കിടപ്പുണ്ട് അല്ലെ. മുണ്ടി എന്ന് പറയുമ്പോൾ മൈൻഡ് ആണോ, സ്കൈ ആണോ, വേൾഡ് ആണോ, ഓഷ്യൻ ആണോ? ഇതാണ് റാങ്ക് മേക്കിംഗ് വൊക്കാബുലറി ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പഴുതടച്ച് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കും, ജോലി നേടും എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാർ. ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ നമ്മൾ റൂത്ത്ലെസ് ആയിട്ട് തന്നെ പോരാടണം. മറ്റുള്ളവർക്ക് വേണ്ടി വിട്ട് കൊടുക്കരുത് നമ്മുടെ ജീവിതം. അപ്പൊ ആ രീതിയിൽ പോരാടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ വിൻ എന്ന് കമന്റ് ചെയ്യുക. വിൻ, ജയിക്കും എന്ന് കമന്റ് ചെയ്യുക. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്ന ആൾക്കാർ അതും കമന്റ് ചെയ്യാട്ടോ. കാര്യം ഏറ്റവും റാങ്ക് അടിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്കായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ സാധിക്കുന്നത്. എഗെയിൻ നമ്മുടെ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോയ്ക്ക് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.